ശ്രീ ജയശങ്കർ, ഈ വിധി കേൾക്കുമ്പോൾ അങ്ങേക്ക് എന്താണ് മനസ്സിലാകുന്നത്? കാരണം 20 വർഷമായിട്ട് ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യം ഈ പ്രതികൾക്ക് അനുഭവിക്കാൻ കഴിയാത്ത വണ്ണം നിയമപരമായ രീതിയിൽ ശക്തമായ ഒരു വിധിയാണ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. വധശിക്ഷയില്ല എന്നതുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് അങ്ങ് ഈ വിധിയെ കാണുന്നത്? തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിച്ച ഒരു വിധി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ കേസിലെ പ്രതികൾക്ക് വധശിക്ഷ കൊടുക്കാൻ പല കാരണങ്ങളാൽ സാധ്യമല്ല. ഒന്നാമത് ഇവർ ഈ കൊല്ലപ്പെട്ട TP ചന്ദ്രശേഖരനുമായിട്ട് എന്തെങ്കിലും വിരോധമോ വൈരാഗ്യമോ ഉള്ളവരല്ല. ആ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയല്ല കൊലപാതകം നടത്തിയിട്ടുള്ളത്. കൊലപാതകത്തിൻ്റെ അടിസ്ഥാനം രാഷ്ട്രീയമാണ്. പക്ഷേ നമ്മൾ ഒന്നുകൂടി ചുഴിഞ്ഞാലോചിക്കുമ്പോൾ ഇവർ ചെയ്തത് പുണ്യകർമ്മമാണെന്നല്ല പറഞ്ഞത്. ഇവർ നടത്തിയ കൊലപാതകം വളരെ പൈശാചികമാണ്, അതിന് കഠിന ശിക്ഷ അർഹിക്കുന്നതുമാണ്. പക്ഷേ സുപ്രീം കോടതി പല കേസുകളിലും പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോൾ അതിന് അവരർഹരല്ല. ഇതിൽ വേറൊരു കാര്യം കൂടി പ്രധാനമായിട്ടുമുണ്ട്. ഈ കൊലയാളികൾക്ക് ആർക്കും തന്നെ കൊല്ലപ്പെട്ട ആളോട് വിരോധമില്ല. കൊലയാളികൾക്ക് പണം കൊടുത്ത ആളുകൾ ഈ കേസിൽ വിചാരണ നേരിട്ടിട്ടുമില്ല. യഥാർത്ഥ പ്രതികൾ ഇപ്പോൾ ഈ കുന്നുമ്മക്കര രാമേന്ദ്രൻ അല്ലെങ്കിൽ ജ്യോതി ബാബു അല്ലെങ്കിൽ കൃഷ്ണനല്ലല്ലോ. ഇതിൽ യഥാർത്ഥ പ്രതികൾ എന്ന് പറഞ്ഞാൽ CPM സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന എക്സിക്യൂട്ടീവിലും ഇരിക്കുന്ന ആളുകളാണ്. കേരള മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ പേരെ വിരൽ ചൂണ്ടപ്പെടുന്നുണ്ട്. അവർക്കാണ് TP ചന്ദ്രശേഖരനോട് വിരോധവും വൈരാഗ്യമുള്ളത്. അവരാരും വിചാരണ നേരിട്ടിട്ടില്ല. അവരെ തൂക്കി കൊല്ലാനായിട്ട് ഈ രാജ്യത്ത് വ്യവസ്ഥയുമില്ല. അതുകൊണ്ട് ഈ കൊല ചെയ്ത ആളുകൾ കൊടിസൂനി അല്ലെങ്കിൽ ട്രൗസർ മനോജ്, കിർമാണി മനോജ് എന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഈ വാടക കൊലയാളികൾ, അവരല്ല ശരിക്കും വിചാരണ നേരിട്ടത്. അവരാണ് വിചാരണ നേരിട്ടത്. അപ്പോൾ അവരെ തൂക്കി കൊല്ലുന്നതിൽ കഥയില്ല. അവർ തൂക്കി കൊന്നുകൊണ്ട് നീതിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല. അതാണ് അവർ തൂക്കാത്തതിൻ്റെ ഒരു കാരണം. രണ്ടാമത്തേത്, വിചാരണ കോടതി ഇവർക്ക് ജീവപര്യന്തമാണ് വിധിച്ചത്. അത് ഹൈക്കോടതി ഇടപെട്ട് വധശിക്ഷ ആക്കുന്നത് അത്ര പന്തിയായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം വിചാരണ കോടതിക്ക് ആളുകളെ കാണാൻ കഴിഞ്ഞു, അവരുടെ വിചാരണ ഘട്ടത്തിലൊക്കെ അവർ നടത്തിയ കാര്യങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ പല കാര്യങ്ങളുമുണ്ട്. വിചാരണ കോടതി വധശിക്ഷ വിധിച്ചിട്ട് ഹൈക്കോടതി സ്ഥിരീകരിക്കുന്ന പോലെയല്ല. വിചാരണ കോടതി ജീവപര്യന്തമാണ് വിധിച്ചത്. അപ്പോൾ പിന്നെ ഹൈക്കോടതിക്ക് വേണമെങ്കിൽ ശിക്ഷ വർദ്ധിപ്പിക്കാം. പക്ഷേ അതിന് വധശിക്ഷ കൊടുക്കുന്നത് ശരിയല്ല. മാത്രമല്ല 1 മുതൽ 8 വരെ പ്രതികൾ ചെയ്ത കുറ്റം ഏതാണ്ട് എല്ലാവരും ചെയ്ത അവരുടെ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. അപ്പോൾ ഈ തൂക്കിക്കൊല്ലെങ്കിൽ ഇവരെല്ലാവരും തൂക്കണം. അതും കുറച്ച് കഠിനമായിരിക്കും എന്നുള്ള ഒരു പരിഗണനയും അവിടെ വന്നു കാണും. മൂന്നാമത്തത്, ഈ 20 വർഷം ഇനി പ്രതികൾ ജയിലിൽ കഴിയേണ്ടി വരുമോ എന്ന് പറയുമ്പോൾ ഒരു തരത്തിലുമുള്ള ഒരു സ്വാതന്ത്ര്യങ്ങളോ പരോള് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്നും അങ്ങനെയുള്ള ഇളവുകളൊന്നും ഉണ്ടാകരുത് എന്നുകൂടി കോടതി പറയുകയാണോ? അത് ഏതൊക്കെ തലത്തിലായിരിക്കാം സ്വാധീനിക്കപ്പെടുക? പ്രത്യേകിച്ച് ഈ കേസിലെ പ്രതികൾ അനുഭവിച്ചിട്ടുള്ള ഈ ശിക്ഷാ അളവിൽ പോലും ഉണ്ടായിട്ടുള്ള നേടിയിട്ടുള്ള ഇളവുകളൊക്കെ നമ്മുടെ മുന്നിൽ ബോധ്യങ്ങളായി ഉള്ളപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയും. ഇപ്പോൾ ഒരു പ്രതി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അമ്മയ്ക്ക് സുഖമില്ല, അച്ഛന് സുഖമില്ല, അച്ഛൻ മരിച്ചുപോയി എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഭാര്യയും 1.5 വയസ്സുള്ള കുട്ടിയുമുണ്ട് എന്ന്. അപ്പോൾ 12 കൊല്ലമായിട്ട് കഠിന തടവ് അനുഭവിക്കുന്ന പ്രതിക്ക് എങ്ങനെ 1.5 വയസ്സുള്ള കുട്ടിയുണ്ടായി എന്ന ചോദ്യമുണ്ട്. പല പ്രതികളും പറഞ്ഞിട്ടുണ്ട് 3 വയസ്സ് 5 വയസ്സുള്ള കുട്ടികളുണ്ട്, അതുകൊണ്ട് ശിക്ഷയിൽ ഇളവ് തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനർത്ഥം ഈ പ്രതികൾ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന കാലത്ത് പുറത്തുപോയി കല്യാണം കഴിക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ആരാധ്യനായ സ്പീക്കർ തന്നെ ഇതിലൊരു പ്രതിയുടെ കല്യാണത്തിന് പോയി അതിൽ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടു. മുഹമ്മദ് ഷാഫി എന്നാണ് ആ പ്രതിയുടെ പേര്. അപ്പോൾ അതിൽ ഈ അന്ന് MLA ആയിരിക്കുന്ന, ഇപ്പോൾ നിയമസഭാ അധ്യക്ഷനായിരിക്കുന്ന, സഭാനാഥനായിരിക്കുന്ന മാന്യ വ്യക്തി പങ്കെടുത്തു. അത്രയും സാമൂഹ്യമായ അംഗീകാരം ഇവർക്ക് കിട്ടി. അതൊക്കെ ഈ ജഡ്ജിമാരും ചന്ദ്രനിൽ നിന്നോ ചൊവ്വയിൽ നിന്നോ വന്നവരല്ലല്ലോ. അവരൊക്കെ ഈ നാട്ടിൽ ജനിച്ചു വളർന്നവരാണ്, അരിയാഹാരം കഴിക്കുന്നവരാണ്. അവർക്കറിയാം ഇവിടെയൊക്കെ എന്തൊക്കെ നടക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ശിക്ഷ കൊടുത്തത്. ഈ ശ്രദ്ധാനന്ദ കേസിൽ തന്നെ സുപ്രീം കോടതി വിധിച്ചത് അത് വധശിക്ഷ വിധിച്ച കേസാണ്. വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു, കർണാടക ഹൈക്കോടതി വധശിക്ഷ സ്ഥിരീകരിച്ചു. അതിനുശേഷം സുപ്രീം കോടതിയിൽ വന്നപ്പോൾ ഒരു ജഡ്ജി ഇയാളെ തൂക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. രണ്ടാമത്തെ ജഡ്ജി പറഞ്ഞത് ഇയാൾക്ക് വധശിക്ഷ വേണ്ട, പുള്ളി 30 കൊല്ലം പരോളില്ലാത്ത തടവ് എന്ന് പറഞ്ഞാൽ മതി. അതിനേക്കാൾ ഭേദം തൂക്കിക്കൊല്ലുന്നതാണ്. കുറച്ചുകൂടി മനുഷ്യത്വപരമാണ്. 30 കൊല്ലം പരോളില്ലാതെ ഒരാൾ ജയിലിൽ കിടക്കുന്ന രംഗം ആലോചിച്ച് നോക്കൂ. അതുപോലത്തെ ഒരു ആപ്പാണ് ഇപ്പോൾ കേരള ഹൈക്കോടതി ഇവർക്കിട്ട് കൊടുത്തിട്ടുള്ളത്. സത്യത്തിൽ ഇവർ അർഹിക്കുന്ന ശിക്ഷ ഇപ്പോഴാണ് കിട്ടിയത്. പരോളില്ലാതെ 20 കൊല്ലം ജയിലിൽ കിടക്കുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കൂ. 1944 വരെ കൊടിസുനി, കിർമാണി മനോജ്, ട്രൗസർ മനോജ്, 12 വർഷം